കുഞ്ഞിന് കൊടുങ്കയ്യ. இப்படி செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாகும்னு தெரியும். ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. பரவாயில்ல. നിൽക്കൂ ഏട്ടാ. ഞങ്ങളുടെ ഒരു വീടോടുള്ളത് മറന്നിട്ടാണോ ഏട്ടൻ തിരിച്ചു നടക്കുന്നത്? വരൂ. വേണ്ട, നീ അതിന്റെ പേരില്. നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോ കഥവ് വലിച്ചടച്ച ദൈവം പോർക്കില്ല. ഏട്ടൻ വരൂ. ഉണ്ടേ. രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റുന്നവരുടെ പള്ളിക്ക് കയറ്റുമെന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ അരിയിട്ടു. ഉഷയുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു. ഞാൻ ഇറങ്ങാ. எப்போ வந்தீங்க? அதுக்குள்ள கிளம்பிட்டீங்க? இறங்காருந்து பின்ன இறங்கண்ணா. அப்புறம் வரீங்களா? இனி கூட உங்களை பார்க்கலன்னா நானும் உஷாவும் மேஜர் சார் வீட்டுக்கு வரலான்னு வந்தோம். ஒரு நிமிஷம், சாப்பாடுக்கு என்ன பண்ணியிருக்கான்னு தெரியல. அண்ணே, அண்ணனுக்கு ஆறுமுகம் வீட்டில் இருக்கும்ல? இருக்கும். ஏய் ராஜப்பா, உன்கிட்ட சொன்ன இல்ல இவனை வீட்டுக்குள்ள விடக்கூடாதுன்னு. നീയൊക്കെ രണ്ട് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? അത് പുള്ളി വന്നപ്പം ഇവനെ താമസിയാതെ ഞങ്ങൾ പൊക്കും. നിനക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണമെന്ന് ഓർത്തോ? என்னடா உங்களால பண்ண முடியும்? என்னடா நீ செய்ய? വേണ്ട വേണ്ട കണ്ണാ, കണ്ണാ വേണ്ട. விடுங்கண்ணே. அண்ணே என்ன விடுங்க. വേണ്ട കണ്ണ വേണ്ട. വഴകിന് அவங்க சொன்னது நீங்க கேட்கலையா? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്, എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഊണ് ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ